നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ് സിനിമാ നടൻ വിജയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും ഒരുപക്ഷെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും. വിജയുടെ ഭാര്യ സംഗീത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ മൊത്തത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് വിജയും ഒരു തമിഴ്നാട്ടിലെ ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയായിട്ട് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ ഇലക്ഷൻ അവർ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ തമിഴ്നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. അതായത് വിജയുടെ ഭാര്യയായ സംഗീത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ പെറ്റീഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വിജയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വിജയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും തമ്മിൽ വളരെ വലിയൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഒപ്പോസിഷൻ പാർട്ടി ഫാമിലിയെ സ്വാധീനിച്ച് ഇങ്ങനെ ഒരു കേസ് കൊടുപ്പിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വിജയുടെ ഭാര്യയും വിജയും തമ്മിലുള്ള ഒരു വിഷയം കുറച്ച് നാളുകൊണ്ട് ചർച്ച നടക്കുന്നു എന്നുള്ളത് ഒരു വർഷം മുമ്പ് തന്നെ ന്യൂസിൽ വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അതുമായി വിജയുടെ ഒരു സിനിമ റിലീസിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ആ സിനിമ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ അങ്ങനെ തന്നെ വിജയ്ക്ക് നല്ലൊരു തിരിച്ചടി കിട്ടി. ആ സമയത്ത് തന്നെയാണ് ഈ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പം വിജയ്ക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ ഒരു കഷ്ടകാലം എന്ന് തന്നെ നമുക്ക് പറയാം. ഒപ്പോസിഷൻ പാർട്ടിയും കുറച്ച് വിജയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും പറയുന്നത് സ്വന്തം വീട് നന്നാക്കാൻ അറിയാത്ത ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എങ്ങനെയാണ് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് കുറച്ച് വിജയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ട് തോന്നും. കാര്യം കേരളത്തിൽ ഒരു 90% ആൾക്കാരും വിജയ് ഫാൻസ് ആണ്. ഏകദേശം തമിഴ്നാടിനോടൊപ്പം തന്നെ ആരാധകർ വിജയ്ക്ക് കേരളത്തിലുമുണ്ട്. അത്രയും ആരാധക വൃന്ദങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കേരളത്തിലും വളരെ പടർന്ന് പന്തലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂസ് എല്ലാവരെയും വളരെയധികം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് കാവ്യ, ദിലീപ്, മഞ്ജു വാര്യരൊക്കെ ഇഷ്യൂ വന്നതുപോലെ തന്നെയാണ് കേരളത്തിലെ ജനത ഇപ്പോൾ ഈ ഈ സംഗീതയുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് ജനം എടുത്തിരിക്കുന്നത്. അപ്പൊ സംഗീത തന്റെ പെറ്റീഷനിൽ പറയുന്നത് മറ്റൊരു നടിയുമായിട്ടുള്ള അവിഹിതമാണ്. ഇത് ഏതാണ്ട് ഏപ്രിൽ 2021 മുതൽ ഈ പ്രശ്നം തുടങ്ങിയതാണ്. അപ്പൊ അന്നൊക്കെ അവർ ഫാമിലിയിൽ ചർച്ച ഉണ്ടാവുകയും അത് അങ്ങനെ ഒരു ഫാമിലിയിൽ അങ്ങനെ ചർച്ച ഉണ്ടാകുകയും അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിലും വിജയും ഈ നടിയുമായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ 2021 ഈ പ്രശ്നം ഉണ്ടാകുകയും ഏതാണ്ട് 2022 ഫെബ്രുവരി വരെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് അവരുടെ കുടുംബത്തിനുള്ളിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടും വീണ്ടും ഇതിനൊരു അവസാനമില്ലാതെ ഈ ബന്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് വിജയുടെ ഭാര്യയ്ക്കും മക്കൾക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് പോസ്റ്റുകളൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ ഇവർക്ക് വളരെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. പക്ഷേ വിജയും ആ നടിയുമായിട്ടുള്ള ബന്ധം പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ നടി എല്ലാവർക്കും അറിയായിരിക്കും. മലയാളത്തിലും തമിഴിലും ഒക്കെ വളരെ പ്രശസ്തമായിട്ടിരിക്കുന്ന നടിയായ തൃശ്ശയാണ് വിജയുടെ ഭാര്യ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ നടിക്കെതിരെയാണ്. പക്ഷെ അവര് ആ പെറ്റീഷനിൽ നടിയുടെ പേര് പറയുന്നില്ല. പക്ഷെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ നടിയുടെ പേര് വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒക്കെ ആയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ വീഡിയോയിലേക്കും കിടക്കാം. അപ്പൊ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ തന്നെ ഒപ്പോസിഷൻ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ആദ്യം വിജയ് തൃശ്ശയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് മാറട്ടെ എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെതിരെ തൃശ്ശ എന്താ ചെയ്തത്, ഒരു ലീഗൽ നോട്ടീസ് ഈ ഒപ്പോസിഷൻ പാർട്ടിയുടെ നേതാവിനെതിരെ കൊടുക്കുകയും അദ്ദേഹം പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു മെസ്സേജ് ഇട്ട് അതിനെ അപ്പോളജീസ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ പോലുള്ള കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറേയേറെ ആൾക്കാർ ഇതൊക്കെ നോട്ടീസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളിലേക്ക് പോകാം. ഇപ്പോൾ വിജയുടെ ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്നു ജോസഫ് വിജയ് ചന്ദ്രശേഖറിനെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ. 1999 UK വെച്ചാണ് ഇവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് നടത്തുമ്പോൾ പോലും ഇപ്പോൾ അറിയേണ്ടത് ഈ ഡിവോഴ്സിന് കാരണം എന്താണെന്നാണ്. സംഗീത കൃത്യമായി പറയുന്നു, അഡൾട്ടറി കോസ് ആണ് കാരണം. അതായത് നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ട് എന്നത് തന്നെ സംഗീത ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നു. ഈ വ്യക്തി ആരാണ്, അതൊരു താരമാണോ, സൗത്ത് ഇന്ത്യൻ നടിയാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും ഈ പെറ്റീഷനിൽ സംഗീത പറയുന്നില്ല. പക്ഷേ വിജയ്ക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ശാരീരികമായും മാനസികമായുമുള്ള ബന്ധം വിജയുമായി പുലർത്തുന്ന ഒരു നടിയുണ്ട്. അതാണ് ഈ ഡിവോഴ്സിന് കാരണം എന്നത് സംഗീത കൃത്യമായി പറഞ്ഞു. 99 തുടങ്ങിയതാണ്. പക്ഷെ അപ്പോൾ മുതൽ വളരെ രസകരമായ കുടുംബജീവിതവുമായിട്ടാണ് മുന്നോട്ട് പൊക്കൊണ്ടിരുന്നത് എന്നതും കൂടി പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 9, the parties traveled abroad regularly on family vacations. The petitioner also visited her parents in the UK annually. The respondent took the petition to the film related functions and social gatherings. യുകെയിലാണ് സംഗീതയുടെ നാട്. അവിടെ സംഗീതയുടെ വീട്ടുകാരെ പോയി കാണാനും ഫാമിലി വെക്കേഷൻസിനും ഒക്കെ ആയിട്ട് തന്നെ ഈ കുടുംബം ഇറങ്ങാറുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ജീവിതം. 10ാമത്തെ പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ്, പോയിന്റ് നമ്പർ 11. In April 2021, the petitioner discovered that the respondent was involved in an adulterous relationship with an actress.
ദ പോയിന്റ് 2021 ഏപ്രിലിൽ മറ്റൊരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ട് എന്നത് തെളിയുന്നു. ദിസ് കോസ്ഡ് ഹർ ഡീപ് ഇമോഷണൽ പെയിൻ ആൻഡ് മെന്റൽ സഫറിംഗ് അമൗണ്ടിംഗ് ടു ബീട്രയൽ ആൻഡ് വയലേഷൻ ഓഫ് മാരിറ്റൽ ട്രസ്റ്റ്. വ്യക്തമാണ്, ഒരു നടിയുമായി വിജയ്ക്ക് മറ്റൊരു അവിഹിത ബന്ധമുണ്ടെന്ന് പറയുന്നത് ഭാര്യയായ സംഗീതയാണ് ഫയൽ ചെയ്യുന്നത്. ഇത് നോക്കി എന്നിട്ട് പറയുന്നു ഞാനിത് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും he continued the adulterous association without remorse, subjecting the petitioner to prolonged mental cruelty. ഇയാൾ ഈ റിലേഷൻഷിപ്പ് തുടർന്നു, അതെന്റെ കക്ഷിക്ക് മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കി എന്നതും കൂടി പോയിന്റിൽ പറയുന്നു. പോയിന്റ് നമ്പർ 13, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ബിറ്റ്വീൻ സെപ്റ്റംബർ 2021 ആൻഡ് ഫെബ്രുവരി 2022, 2021 സെപ്റ്റംബർ മുതൽ 22 ഫെബ്രുവരി വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകൾ നടന്നു. പക്ഷേ ഒരു തരത്തിലും വിജയ് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായില്ല. പോയിന്റ് നമ്പർ 14, വിജയ് സംഗീതയുമായിട്ട് മുൻപ് റിലേഷൻ തുടങ്ങിയ സമയത്ത് എല്ലാ തരത്തിലുമുള്ള സിനിമാ പരിപാടികൾക്ക് കുടുംബ ചടങ്ങുകൾക്കെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം വിജയ് സംഗീതയുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങി എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടി വരുന്നു. എന്തായാലും 17ാമത്തെ പോയിന്റ്, ദ റെസ്പോണ്ടൻസ് കണ്ടിന്യൂഡ് ഓപ്പൺ അസോസിയേഷൻ വിത്ത് ദി ആക്ട്രസ്. ഈ ആക്ട്രസുമായിട്ട്, ഈ നടിയുമായിട്ട് തുറന്ന വേദികളിലും ഒക്കെ തന്നെ ഈ നടിയുമായിട്ട് വിജയ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇമോഷണൽ അഗ്നി ടു ദ പെറ്റീഷണർ ആൻഡ് എംബാരസ്മെന്റ് ടു ദ ചിൽഡ്രൻ അമംഗ് ദെയർ ഫ്രണ്ട്സ്, സോഷ്യൽ ലൈഫ് ഓൺ സോഷ്യൽ മീഡിയ. വിജയ് ഈ നടിയുമായിട്ട് പരസ്യവേദികളിലെല്ലാം പൊക്കൊണ്ടിരുന്നപ്പോൾ അത് സംഗീതയുടെ മക്കളെ ഇമോഷണലി ഡാമേജ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ നായിക ആരാണ്? പലരുടെയും മനസ്സിലൊരു മുഖമുണ്ടാകും, പക്ഷേ അതാണെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ ഒരു ബന്ധം ഈ വിജയ്ക്ക് ദൃശ്യമായിട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പല വേദികളിലും കണ്ടിട്ടുണ്ട്. വിജയ് സംഗീതയുമായിട്ട് പല വേദികളിലും സംഗീതയായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സംഗീതയെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ബന്ധം ഉണ്ടായതിനു ശേഷം സംഗീതയെ പബ്ലിക് ചടങ്ങുകളിലേക്ക് കൊണ്ടുപോകുന്നത് നിർത്തി പകരം തൃഷയും വിജയുമാണ് നമ്മൾ പല പരിപാടികളിലും നമുക്ക് കാണാൻ സാധിച്ചത്. അടുത്തിടെ ഒരു വർഷത്തിന് മുമ്പുണ്ടായ ഒരു വലിയ കോലാഹലം എന്ന് പറയുന്നത് നമ്മുടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഈ വിജയും തൃഷയും അടക്കം ആറ് പേര് ഒരുമിച്ച് പോയി. അതിൽ വിജയും തൃഷയുമായിരുന്നു ഒന്നാമത് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം തമിഴ്നാട്ടിലാകെ ഈ വാർത്ത പടരുകയും #for സംഗീത എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കോലാഹലം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ കോലാഹലങ്ങൾക്ക് ഈ ഒരു വർഷത്തിന് മുമ്പുണ്ടായ ഒരു കോലാഹലവും #ഉം ഒക്കെ വന്നതിന്റെ ആ ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പുതിയ വിവാദങ്ങൾക്ക് തിരിതെളിച്ച #. നടൻ വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് നീതി ലഭിക്കാനാണ് ഈ നിലവിളി. തമിഴ് സിനിമാ താരങ്ങളായ വിജയും തൃഷയും ഒന്നിച്ച് യാത്ര ചെയ്ത ദൃശ്യങ്ങളാണ് വിവാദത്തിന് വഴിവെച്ചത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ വിവാഹത്തിനാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടർന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്നും കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങളും മറ്റും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യാപകമായി പ്രചരിച്ചു. തൃഷയും വിജയും തമ്മിൽ പ്രണയത്തിലാണെന്നും വിജയ് സംഗീതയെ ചതിക്കുകയാണെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം. ചില സൂക്ഷ്മദർശിനികളുടെ കണ്ടെത്തലിൽ പറയുന്നത് സംഗീതയെയും വിജയെയും അടുത്തിടെയൊന്നും ഒന്നിച്ചു കാണാത്തത് ഇതിന്റെ ബാക്കി പത്രമാണെന്നാണ്. ഈ പെറ്റീഷനിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുമായിട്ട് വിജയ് പല വേദികളും പങ്കിടുകയും പല വേദികളിലും ചടങ്ങുകളിലും പങ്കിടുകയും അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഈ #ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ചർച്ചയാവുകയും ചെയ്യുന്നു. ഇത് വിജയുടെ മക്കൾക്കും സംഗീതയ്ക്കും, അതായത് വിജയുടെ ഭാര്യയ്ക്കും മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പെറ്റീഷനിൽ സംഗീതം. ഈ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഇവരുടെ പല വാർത്തകളും ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെയാണ് ഒരാളെ ഫോളോ ചെയ്യുക, അയാളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഇടുകയും അവരുമായിട്ട് സ്റ്റോറീസ് ഇടുകയും അല്ലെങ്കിൽ മെസ്സേജസ് അയക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെല്ലാവരും ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഈ നടി തൃഷ എന്ന് പറയുന്നത് അങ്ങനെ അധികം ആൾക്കാരുടെ ഫോട്ടോസ് അങ്ങനെ അധികം ഒന്നും ഇടാറില്ല. അധികം ആരെയും ബർത്ത്ഡേ വിഷസ് ഒന്നും വിഷ് ചെയ്യാറില്ല. പക്ഷെ ഏതാണ്ട് 3-4 വർഷം തൊട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തൃഷ എല്ലാ വർഷവും വിജയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബർത്ത്ഡേ വിഷസിന്റെ കൂടെ കുറേ മെസ്സേജസുകൾ, അതായത് കുറച്ച് ലവബിൾ മെസ്സേജസ്, അത് കുറച്ച് അടുപ്പം കൂടുതലുള്ള രീതിയിലുള്ള മെസ്സേജസുകളൊക്കെ അയക്കുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാമിലിയെ വളരെയധികം വിഷമിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ ചർച്ചയായി ഈ കുട്ടികൾക്കും ഭാര്യയ്ക്കും ഇത് വളരെ ഒരു വിഷമമായിട്ട് മാറുന്നുണ്ടായിരുന്നു. കുരുവി, തിരുപ്പാച്ചി എന്നീ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സൃഷ്ടിച്ച കോംബോയാണ് തൃഷയും വിജയും. വർഷങ്ങൾക്കിപ്പുറം ഇരുവരും ഒന്നിച്ചെത്തിയ ചിത്രമായിരുന്നു ലിയോ. ചിത്രം റിലീസായപ്പോഴും വിജയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ച് തൃഷ ഒരു മിറർ സെൽഫി പങ്കുവച്ചപ്പോഴും ഒക്കെ ഇത്തരം ഗോസിപ്പുകൾ ഉയർന്നിരുന്നു. ഗോട്ടിലെ ഗാനരംഗത്തിൽ തൃഷ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഇത്തരം മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. അന്നത് പക്ഷേ അരമന രഹസ്യമായി അവസാനിച്ചു. ഇതിനിടയിൽ പ്രചരിച്ച കഥകളാണ് മദ്യപിച്ച് തൃഷ വിജയുടെ വീടിന് മുമ്പിൽ പാട്ടുപാടി ഡാൻസ് ചെയ്തെന്നും ഇരുവർക്കും ചെന്നൈയിൽ ഫ്ളാറ്റ് ഉണ്ടെന്നതുമൊക്കെ.
അതിനിടയിൽ തൃഷയ്ക്ക് വിജയോട് പ്രണയമുണ്ടായിരുന്നു എന്ന കുട്ടി പത്മിനിയുടെ പഴയ വാക്കുകൾ കൂടി കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ. രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലെ മനോഹർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ 6 യാത്രക്കാരുടെ വിവരങ്ങളടങ്ങിയ ഔദ്യോഗിക രേഖ പുറത്തു വന്നത് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിൽ 1-ാം നമ്പർ യാത്രികൻ സി ജോസഫ് വിജയും 2ാമത്തെ യാത്രിക തൃഷ കൃഷ്ണനുമാണ്. ഇവരെ കൂടാതെ മറ്റു 4 പേർ കൂടിയുണ്ട് ഈ യാത്രികരുടെ പട്ടികയിൽ. ഇതോടെ ഇരുവർക്കുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ശക്തമാണ്. സൗഹൃദങ്ങളെ ഇത്തരത്തിൽ വളച്ചൊടിക്കുന്ന പ്രവണത ശരിയല്ലെന്ന അഭിപ്രായവും പല കോണുകൾ കൂടി പറയണം. ഒരു പോയിന്റ് കൂടി ഉണ്ട്. 17ാമത്തത് the respondents continued open association with the actress caused emotional agony to the petitioner and embarrassment to the children among their friends, social circle and on social media. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. മക്കൾക്ക് ഉൾപ്പെടെ ഫ്രണ്ട്സിനും സോഷ്യൽ സർക്കിളിനിടയിലും സോഷ്യൽ മീഡിയയിലും 17ാമത്തെ പോയിന്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നും കൂടി പറയേണ്ടി വരും. 16ാമത്തേലാണ് ഈ പോസ്റ്റുകൾ ഭയങ്കരമായ ഹ്യൂമിലിയേഷനും ഉണ്ടാക്കിയിട്ടുണ്ട് തന്റെ കുടുംബത്തിനും തനിക്കും തന്റെ മക്കൾക്കും എന്നത് 18ാമത്തെ പോയിന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ അറ്റ് പ്രസന്റ് ഈ നായിക ആരാണെന്ന് താൻ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നാൽ, ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നാൽ, പ്രൊസീഡിംഗ്സുമായിട്ട് ധാരണപ്പെടേണ്ടി വന്നാൽ ഈ നായിക ആരാണെന്ന് വെളിപ്പെടുത്തുമെന്നതും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നടിയുടെ പേര് തൃഷയാണെന്നുള്ള പേര് സംഗീത വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഈ ഒരു ഇതും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും ഈ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകും അത് തൃഷ തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടി വന്നാൽ സംഗീത ഈ നടിയുടെ പേര് വെളിപ്പെടുത്താനും തയ്യാറാണെന്ന് എൻ്റെ പെറ്റീഷനിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ഇലക്ഷനൊക്കെ അടുത്ത് വന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം വിജയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ആക്കുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു വിഷയം ഓപ്പോസിഷൻ പാർട്ടി മാക്സിമം യൂസ് ചെയ്യും. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും യൂസ് ചെയ്യും. അത് പക്ഷേ തമിഴ്നാടാണ്, നമുക്കറിയാം. തമിഴ്നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരാളോട് ആരാധന തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങേയറ്റം ആ വ്യക്തിയെ ആരാധിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വിജയുടെ ഫാൻസ് ആയ ആൾക്കാർക്ക് ഇതൊരു വലിയ വിഷയമാവാൻ സാധ്യത കുറവാണ്. അത് ഓപ്പോസിഷൻ പാർട്ടി അത് എങ്ങനെ എടുത്ത് അത് കൈകാര്യം ചെയ്യുന്നു അതുപോലെ ഇരിക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും വിജയ്ക്ക് ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തന്നെ പറയാം. ഇറങ്ങാനിരുന്ന സിനിമ ഇപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇലക്ഷനിൽ നല്ലപോലെ നിന്ന് മത്സരിച്ച് ജയിക്കാമെന്ന് ഉള്ള ഒരു നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിജയ് അവിടെ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഭാര്യയുടെ ഈ ഡിവോഴ്സ് പെറ്റീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.